ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയമുള്ളവരെ, നമ്മൾ കഴിഞ്ഞ 2 വീഡിയോകളായിട്ട് ക്ഷമയുടെ ചില ഭാഗങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. ഇന്ന് നമുക്ക് ക്ഷമ എപ്പോഴാണ് നമ്മൾ വെടിയേണ്ടത്, ക്ഷമ ഏത് പരിധി വരെയാണ് നമുക്ക് ആവശ്യമുള്ളത്, ഏത് പരിധി വരെയാണ് നമുക്കത് ആരോഗ്യകരമായത് എന്നുള്ളതിനെക്കുറിച്ചൊന്ന് പരിശോധിച്ച് നോക്കാം. ക്ഷമ ഒരു കൂട്ടർ നമ്മളെ ഇങ്ങനെ കാലാകാലം ഇങ്ങനെ പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ തന്നെയാണ് ഇങ്ങനെ പരിഹസിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും നമ്മൾ തന്നെയാണ് ഇങ്ങനെ മറ്റുള്ളവരുടെ പരിഹാസവും അല്ലെങ്കിൽ ഉപദ്രവം, അതുപോലെ എപ്പോഴും നമ്മളെയാണ് അവർ അവഗണിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ തന്നെയാണ് എപ്പോഴും ക്ഷമിച്ചു കൊടുത്തുകൊണ്ടിരിക്കേണ്ടത്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ വരുമ്പോൾ എപ്പോഴും നമ്മൾ തന്നെയാണ് എന്ന് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ, ആണോ എന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുമ്പോൾ അതേ എന്നാണ് ഉത്തരവെങ്കിൽ ശരിക്ക് അവിടെ ആ ക്ഷമ പിന്നെ ഉപേക്ഷിക്കുക. അവിടെ ആ ക്ഷമ വെടിയുക. എന്നിട്ട് നമ്മൾ നീതിക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളതാണോ? അല്ലെങ്കിൽ അവിടെ നമ്മൾ ദേഷ്യം വരുമ്പോൾ മിണ്ടാണ്ടിരിക്കുന്നത് നല്ലതാണ്, നമ്മൾ പെട്ടെന്ന് തന്നെ പ്രതികരിക്കാതിരിക്കുന്നത് നല്ലതാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മൾ തന്നെയാണ് എപ്പോഴും ഇങ്ങനെ ഒരു ഇരയായിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അവർക്ക് ഒരു അതിരിടുക എന്നൊരു ബാധ്യത നമുക്കുണ്ട്. അതിന് അതിരിടുക, ആ ചെയ്യുന്നത് ഒരു അതിര് നമ്മളവിടെ ഒരു അതിരിട്ട് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ നമ്മളെ ഒരു പരിധിക്കപ്പുറം നമ്മളെ ഉപദ്രവിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ വേദനിപ്പിക്കാൻ കഴിയില്ല, കുറ്റപ്പെടുത്താൻ കഴിയില്ല, അല്ലെങ്കിൽ നമ്മളെ ഇങ്ങനെ എപ്പോഴും ഒരു ഇരയാക്കി കൊണ്ടു നടക്കാൻ കഴിയില്ല. പിന്നെ ഇസ്ലാം പറഞ്ഞതാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ്. ക്ഷമിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഒരു പരിധി കഴിഞ്ഞാൽ നമ്മൾ നീതിക്ക് വേണ്ടി പോരാടണം എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ക്ഷമ എപ്പോഴും നമുക്ക് ആവശ്യമാണെങ്കിൽ പോലും ആ ക്ഷമക്കൊരു പരിധിയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ കാര്യം കൂടെ ഓർക്കുക. എപ്പോഴും ക്ഷമ ദുർബലയുടെ ലക്ഷണമല്ല, ഒന്നിനും കഴിയാത്തവരുടെ ലക്ഷണമല്ല. ഒന്നും കഴിയാതിരിക്കുമ്പോൾ നമ്മൾ മിണ്ടാതിരിക്കുന്നതല്ല ക്ഷമ. നമുക്ക് കഴിയുമ്പോൾ തന്നെ നമ്മളെ കൊണ്ട് എന്തിനു സാധിക്കും എന്നുള്ളൊരു അവരെ എതിരിടാനും അല്ലെങ്കിൽ അവരോട് മറുപടി പറയാനോ അല്ലെങ്കിൽ അവർ ചെയ്തതുപോലെ തിരിച്ചു ചെയ്യാനും കഴിയും എന്ന് സാഹചര്യം ഉണ്ടായിരിക്കെ തന്നെ തിരിച്ചൊന്നും ചെയ്യാതിരിക്കുമ്പോഴാണ് ശരിക്കും അത് ക്ഷമ എന്നൊരു ആ ഒരു അവസ്ഥയിൽ ആവുന്നത്. നമ്മൾ ക്ഷമിക്കുന്നു എന്ന ലെവലിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ മെൻ്റലി അവർ ശക്തിയുള്ളവർ തന്നെയാണ്. മാനസികമായിട്ട് അവർ ഒരുപാട് റബ്ബിനെ അല്ലെങ്കിൽ തവക്കൽ ചെയ്യുന്നവരാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്കാണ് ക്ഷമിക്കാൻ കഴിയുന്നത്. മറ്റത് അവർ നിവൃത്തികേട് കൊണ്ട് അല്ലെങ്കിൽ അവരെ കഴിവുകേട് കൊണ്ട് മിണ്ടാണ്ടിരിക്കുന്നതോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാണ്ടിരിക്കുന്നതോ ആണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്ഷമിക്കണം, പക്ഷേ എവിടെ ക്ഷമിക്കണം, എവിടം വരെ ക്ഷമിക്കണം എന്നുള്ള ഒരു നല്ലൊരു ബോധം നമുക്കില്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ നാശത്തിലേക്ക് അങ്ങനെ നയിക്കും. എങ്ങനെ വെച്ചാൽ നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ അവകാശങ്ങൾ മറ്റുള്ളവർ ഹനിക്കുക, നമ്മളെ അഭിമാനത്തെ മറ്റുള്ളവർ നശിപ്പിക്കുക, അല്ലെങ്കിൽ അഭിമാനത്തിന് ക്ഷതം പറ്റുന്ന രീതിയിൽ മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഉണ്ടാവുക, നമുക്ക് നീതി കിട്ടാതിരിക്കുക. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ശരിക്കും അത് ആ ഒരു പരിധി കഴിഞ്ഞാൽ നമ്മളതിനെ അവിടെ അതിരിടണം എന്നുള്ളത് തന്നെയാണ്. എന്നിട്ട് നീതിക്ക് വേണ്ടി പോരാടണം, അല്ലെങ്കിൽ നീതിക്ക് വേണ്ടി മറ്റുള്ളവരോട് ആവശ്യപ്പെടുക തന്നെ വേണം. അത് ചിലപ്പോൾ വ്യക്തിബന്ധങ്ങളിലാവാം, ദാമ്പത്യ ജീവിതത്തിലാവാം, കുടുംബ ബന്ധങ്ങളിലാവാം, അല്ലെങ്കിൽ നാട്ടുകാർ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുള്ള ഏതെങ്കിലും കാര്യങ്ങളിലാവാം. എവിടെയാണെങ്കിലും നമ്മളുടെ സെൽഫ് റെസ്പെക്റ്റ് അല്ലെങ്കിൽ സെൽഫ് ലവ് എന്നൊക്കെ പറയുന്ന നമ്മുടെ ആത്മാഭിമാനം എന്ന ചില കാര്യങ്ങളുണ്ട്. അതിന് ക്ഷതമേൽക്കാത്ത രീതിയിൽ, അതിന് നാശം സംഭവിക്കാത്ത രീതിയിൽ, അതിന് നമ്മുടെ വ്യക്തിഹത്യ ചെയ്യാത്ത രീതിയിൽ നമ്മൾ സ്വയം നാശത്തിലേക്ക് നയിക്കാതെ നമ്മളെ സംരക്ഷിക്കുക എന്നുള്ളത് നമുക്കൊരു ബാധ്യത തന്നെയാണ്. അതുകൊണ്ട് ക്ഷമ എന്നുള്ളത് ഒരാളുടെ ഒരു
ദൗർബല്യമായി കാണാതെ അത് അവരുടെ ശക്തിയാണെന്ന് മനസ്സിലാക്കുക. ആ ശക്തി എപ്പോൾ നമ്മൾ ഉപയോഗിക്കണം, എവിടെ ഉപയോഗിക്കണം, അത് ഏതിനു വേണ്ടി ഉപയോഗിക്കണം എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. മാത്രമല്ല അല്ലാഹു തആല എവിടെയാണോ നമ്മുടെ ദീന്, എവിടെയാണോ നമ്മൾ ക്ഷമ എങ്ങനെയാണോ കൈകാര്യം ചെയ്യേണ്ടത്, ഏത് രീതിയിലാണോ നമ്മൾ ദുനിയാവിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഖിറത്തിലേക്ക് എവിടേക്കാണെങ്കിലും ഏത് രീതിയിൽ ക്ഷമിക്കുമ്പോഴാണ് നമുക്കത് ഒരു ഉപകാരമായി വരുന്നത് എന്ന് ശ്രദ്ധിച്ച് ചെയ്യണം. ഒരിക്കലും നമ്മളോട് മറ്റുള്ളവരുടെ എല്ലാം ക്ഷമിച്ച് അല്ല, ദീനാണെങ്കിലും പറഞ്ഞിട്ടൊന്നുമില്ല, എല്ലാവരും മറ്റുള്ളവരുടെ ഉപദ്രവം എല്ലാം ക്ഷമിച്ച് ഇങ്ങനെ കഴിയണമെന്നൊന്നും. അത് ക്ഷമ എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ, എല്ലാ കാര്യങ്ങളിലും ക്ഷമയുണ്ട്. ആ ക്ഷമ എങ്ങനെ വേണം എന്നും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. അതിനനുസരിച്ച് ആ ഒരു ബോധം വേണം, ആ ഒരു ബോധ്യം വേണം. അതിനനുസരിച്ച് നമുക്കത് ചെയ്യാനും മനസ്സിലാക്കാനും അതിനനുസരിച്ച് ജീവിക്കാനും പടച്ച റബ്ബ് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.